എല്ലാവർക്കും ആനു ആൻഡ് വീഡിയോ വർക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ഓണം ആഘോഷിച്ചു. ഇതിൽ ഞാൻ മങ്കയായി വേഷം കെട്ടിയ ഫോട്ടോസുമുണ്ട്. പിന്നെ ഞാനൊരു ഓണത്തിൻ്റെ പാട്ട് പാടിയതുമുണ്ട്. ഞാനും ഭാവിയും കൂടി ഇടയിൽ കളിക്കുന്നതുമുണ്ട്. ഇത് ലാസ്റ്റ് വരെ കാണണേ. ലൈക്കും ഷെയറും ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സ്കൂളിലേക്ക് വേണ്ടി മങ്കയായി എടുത്ത ഫോട്ടോസാണിത്. പൂവൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം ബണ്ണ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്. എങ്ങനെയുണ്ട്? കൊള്ളാവാ? ഞങ്ങൾ ഓണസദ്യയാണ്. ഓണത്തിന്റെ ഐതിഹ്യം എന്താന്ന് നോക്കിയാലോ. നമ്മുടെ നാട് വാണിരുന്നത് അസുരഗണത്തിൽപ്പെട്ട മഹാബലി എന്ന രാജാവായിരുന്നു. അദ്ദേഹം വളരെ ബലവാനും ദയാലുവും ദാനശീലനും സ്നേഹസമ്പന്നനും ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീർത്തി നാടെങ്ങും പരന്നു. അത് സ്വർഗ രാജ്യത്തും എത്തി. അത് കേട്ട ദേവന്മാർക്ക് അസൂയ തോന്നി. അവർ ഞങ്ങളുടെ പരാതിയുമായി മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി. അദ്ദേഹം ഒരു ബാലകനായി മഹാബലിയുടെ അടുത്തെത്തി. ആ സമയത്ത് അവിടെ ഒരു ത്യാഗം നടക്കുകയായിരുന്നു. വാമന രൂപത്തിലായിരുന്ന ബാലകനെ കണ്ട മഹാബലി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. എനിക്ക് സ്വസ്ഥമായിരുന്ന് തപസ്സിക്കാൻ 3 അടി മണ്ണ് വേണം. അപ്പോൾ മഹാബലി പറഞ്ഞു, അത് തീർച്ചയായും ഞാൻ നൽകുക. എന്നാൽ അസുര ഗുരുവായ അതിനെ എതിർത്തു.
വാമനനെ കണ്ടപ്പോൾ എന്തോ ആപത്ത് സൂചന തോന്നി. അദ്ദേഹം അതിനെ എതിർത്തു. എന്നാൽ മഹാബലി കൊടുത്ത വാക്ക് പിൻവലിക്കാൻ ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം പാനം ചെയ്യാനായി ജലം കഴിയിലേക്ക് ഒഴിച്ചു. അതേസമയം രാജഗുരു ഒരു കരടിന്റെ രൂപത്തിൽ ജലം തടഞ്ഞു വെച്ചു. അന്നേരം രാമൻ ഒരു കൂർത്ത പുല്ലെടുത്ത് അതിലേക്ക് കുത്തി. അത് ഗുരുവിന്റെ കണ്ണിലേക്കാണ് കുത്തിയത്. അദ്ദേഹത്തിന്റെ കണ്ണു പൊട്ടി. അദ്ദേഹം ഒറ്റക്കണ്ണനായി മാറി. പെട്ടെന്ന് വാമനൻ ആകാശം മുട്ടേ വളർന്നു. ഒരു ചുവട് കൊണ്ട് ഭൂമി മൊത്തം അളന്നു. രണ്ടാമത്തെ ചുവട് കൊണ്ട് സ്വർഗം അളന്നു. മൂന്നാമത്തെ ചുവടെവിടെ? വാമനൻ ചോദിച്ചു. അപ്പോൾ മഹാബലി സ്വന്തം ശിരസ് കുഴിച്ച് മൂന്നാമത്തെ അടി തന്റെ ശിരസിൽ വെക്കാൻ പറഞ്ഞു. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അന്നേരം മഹാവിഷ്ണുവിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു. കൊല്ലത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വരാനുള്ള അനുമതി. ആ ദിവസമാണ് നാം തിരുവോണമായി ആഘോഷിക്കുന്നത്. മാവേലിയെ വരവേൽക്കാനാണ് നാം പൂക്കളം ഒരുക്കി കാത്തിരിക്കുന്നത്. എനിക്ക് ഓണത്തിന്റെ ഐതിഹ്യം എന്താന്ന് അറിയാമായിരുന്നു. പറയാൻ അറിയില്ലെന്നു. അതിനോണ്ട് അമ്മ എനിക്ക് പറഞ്ഞതാണ്. അമ്മ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞത്.
ഇനി ഞങ്ങളെ 10 ദിവസത്തെ പൂക്കളം കാണാം. ഇത് ഞാൻ ഉറങ്ങി നീച്ചപ്പോൾ എടുത്ത ഫോട്ടോയാണ്. പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പൂ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങളെ വീട്ടിലത്തെ പൂക്കൾ തന്നെയാണ്. പൂന്തോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ. അമ്മച്ചൻ്റെ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ താട്ടനും അമ്മുമൊക്കെയാണ്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നില്ലെന്നോ? ഇവരെ ഓർമ്മയില്ലേ? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.